വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ ചെറായിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഇന്ന് നൈറ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഞാനും വിജുവും മാത്രം പോകുന്നൊരു ട്രിപ്പാണ് കേട്ടോ. അത് നൈറ്റാണ്. സെയിം ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് തന്നെ പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോയുടെ ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഉണ്ട്. ഔട്ട്ഫിറ്റ് സെയിം ആയിരിക്കും. സെയിം മിററിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെറായിയുടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഫോർട്ട് കൊച്ചി, അതുപോലെ തന്നെ ലുലു മാൾ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാറിൽ കയറിയിട്ടുണ്ട്. നമ്മൾ റിസോർട്ടിലെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. എല്ലാ ലഗേജും ബാഗിലല്ല കാറിലാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ അവിടെ ബാക്കിലിരിക്കുന്നുണ്ട്. വിച്ചും ഞാനും ചേച്ചിയും മിഡിലിരിക്കുന്നുണ്ട്. അച്ഛനും മനുവേട്ടനും ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. മനുവേട്ടൻ തന്നെയാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. ഈ കാറ് നമുക്ക് ആർക്കും ഡ്രൈവ് ചെയ്യാൻ അറിയില്ല, മനുവേട്ടനേ പറ്റുള്ളൂ. യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ചെറായി ഭാഗത്തു നിന്ന് നമ്മളിനി ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് പോവുകയാണ്. അതിന് വേണ്ടി ഡയറക്റ്റ് റോഡ് ഇവിടെ ഇല്ല. സോ നമ്മൾ ഈ ഒരു സംഭവം, ഇതിനെ ജങ്കാറെന്നോ അങ്ങനെ എന്തോ ആണ് പറയുക, വാട്ടർ മെട്രോ ഒക്കെ ഉണ്ട്. നമ്മളിതാ ഈ ഒരു സംഭവത്തിൽ കൂടെയാണ് പോകുന്നത്. ഇത് മുന്നേയും ഞാൻ കുറേ തവണ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുന്നിൽ കൂടെ വാട്ടർ മെട്രോ പോകുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ കാണുന്നതും. എനിക്ക് നേരിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടാണ്. ഇതുവരെ കയറിയിട്ടില്ല. കയറണം, എപ്പോഴേലൊക്കെ ഒരു വട്ടം കയറണം എന്നുണ്ട്. നമ്മൾ കയറാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്തു കേട്ടോ. എന്തായാലും ഈ ഒരു വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വ്യൂ. അപ്പം ഞാൻ എന്താ പറയുക, മനുവാൻ്റെ കാറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇങ്ങനെ റൂഫിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, തുറക്കാൻ പറ്റും. അപ്പോൾ തുറന്ന് ഞാനിങ്ങനെ തലയൊക്കെ പുറത്തേക്കിട്ട് ഇങ്ങനെ നല്ല വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ബാക്കിലും അപ്പുറത്തപ്പുറത്തൊക്കെ നിൽക്കണ കാര്യം നമ്മൾ നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചിയിൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം. അവിടെ കുറേ ടൗണും സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാം. പിന്നെ എവിടെയെങ്കിലും നല്ല ഫുഡൊക്കെ കഴിക്കാൻ എന്നുള്ള പ്ലാനിലാണ്. സോ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയുകൊണ്ട് തന്നെ വണ്ടി ഒരു സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തു. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നടന്ന് കുറേ സ്ട്രീറ്റിലൊക്കെ നടന്നു. നമ്മളങ്ങനെ ഒരു സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഷോപ്പിലെത്തി. അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. കീർത്തി ചെറുതായിട്ടൊന്ന് ചമ്മി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഇത് ചമ്മന്ന കാരണം എനിക്കിത് വലിയ പുത്തിരിയല്ല കേട്ടോ. അങ്ങനെ ഇത് എന്തോ ഒരു ഷേക്കായിരുന്നു. വിച്ചുവിന് ഓർഡർ ചെയ്ത ഷേക്കായിരുന്നു കേട്ടോ. നമ്മൾ മോമോസും അതുപോലെ തന്നെ ഷേക്കൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ടൊക്കെ കഴിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ കഴിച്ച് തുടങ്ങിയപ്പോൾ അങ്ങനെ വലുതാക്കിയിട്ട് തന്നെ കഴിച്ചു തുടങ്ങി കേട്ടോ. ആദ്യം നമ്മൾ സ്റ്റാർട്ടേഴ്സൊക്കെ ഓർഡർ ചെയ്തു. മോമോസിൻ്റെ പല വെറൈറ്റീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇവിടെ നിന്ന് തന്നെ നല്ല പ്രോപ്പറായിട്ട് ലഞ്ച് പോലെ കഴിക്കാമെന്ന് കേട്ടോ. നമ്മൾ വേറൊരു പ്ലേസിൽ പോയിട്ട് ലഞ്ച് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലോണം വിശന്നപ്പോൾ പിന്നെ നമ്മൾ ചോദിച്ചു ഓക്കെ ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന്. ആദ്യം നമ്മൾ മോമോസിൻ്റെ പല വെറൈറ്റീസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. സ്റ്റീമഡ് ഉണ്ടായിരുന്നു, ഫ്രൈഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്പൈസി പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. 3 വെറൈറ്റീസാണ് നമ്മൾ ട്രൈ ചെയ്തത്. 3ഉം നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് മോമോസ് ഭയങ്കര ഇഷ്ടമായ കാരണം മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിതിൽ ഏതെടുക്കുന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാനൊരു ഫുഡി ആയ കാരണം എല്ലാം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. വിച്ചുവിന് പിന്നെ ഒട്ടും സ്പൈസി പറ്റാത്തതുകൊണ്ട് വിച്ചുവിന് നോർമൽ വണ്ണാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളത് ചെറുതായിട്ടൊന്ന് സീറ്റൊന്ന് മാറ്റിയിട്ടുണ്ട്. അച്ഛനെ ബാക്കിലിരുത്തി, ഞാൻ ഫ്രണ്ടിലിരുന്നു. നേരെ നമ്മൾ ലുലു മാളിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. ലുലു മാളിൽ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടായിരുന്നു. ഇവിടെ അച്ഛനും വിച്ചും മനുവാനൊക്കെ ഏകദേശം സെയിം കളറാണ് കേട്ടോ. ഡ്രസ്സ് ഗ്രീനാണ്. അമ്മയാണ് പിന്നെ ഒന്ന് വേറിട്ട് നിൽക്കണത് മെറൂണായിട്ട്. അങ്ങനെ നമ്മളിതാ ലുലു മാൾ ഒന്ന് ചുറ്റൊന്ന് കറങ്ങി. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് നൈറ്റാണ്, 12 o'clock-നാണ്. സോ നമ്മളൊരു 8 o'clock അല്ലെങ്കിൽ ഒരു 7:30 വരെ ഇവിടെ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റി കണ്ടു വന്നു ലുലു മാളൊക്കെ. എല്ലാ ഫ്ലോറും ഒന്ന് കയറി നിരങ്ങി. പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് വന്നു ഫുഡ് കഴിക്കാനായിട്ട്. രാത്രിത്തെ ഡിന്നർ ഒരുമിച്ച് കഴിക്കാമെന്ന് ചോദിച്ചു. പക്ഷേ കുറച്ച് നേരത്തെയാണ്
മാത്രം. ഒരു 6 മണി 6:30 ആകുമ്പോൾ നമ്മൾ രാത്രിത്തെ ഡിന്നർ കഴിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു വ്ളോഗിൽ ഫുഡായിരിക്കും കൂടുതൽ കാണിക്കുന്നുണ്ടാവുക. ഞാൻ ആദ്യം തന്നെ ഒരു ലൈം ഓർഡർ ചെയ്തു, പിന്നെ അങ്ങോട്ട് ഫുഡ് ഓർഡർ ചെയ്യലായിരുന്നു കേട്ടോ. ചേച്ചിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു സ്റ്റാർട്ടർ. പിന്നെ ഇവിടെ ഒരു ടീ ഉണ്ടായിരുന്നു, ജഗ് ടീയോ പോട്ട് ടീയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്, പോട്ടിയോ തോന്നുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കൊള്ളാം, സാധാ നോർമൽ ടീ ആണ് ഈ ഒരു ജഗ്ഗിൽ കൊടുന്നേരും, അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് നമ്മൾ തന്നെ സെർവ് ചെയ്യണം. അങ്ങനെ നമ്മളത് ഞാൻ എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു. എനിക്ക് ഈ ഒരു ടീയും കോഫിയും അങ്ങനെ വല്ല ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു ഇൻഫ്യൂസ്ഡ് ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റീക്ക് 2 ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും മനുവാനും സ്റ്റീക്കായിരുന്നു. ചേച്ചിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. അമ്മയ്ക്ക് റാപ്പോ ഷവർമ റോളോ അങ്ങനെ എന്തായിരുന്നു. എനിക്ക് ഇൻഫ്യൂസ്ഡ് ചിക്കൻ ആയിരുന്നു. വിച്ചുവിന് എന്താ ഓർഡർ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വേറെ എന്തോ സംഭവമാണ്, ബാർബിക്കോ കബാബോ അങ്ങനെ എന്തോ ആണ് വിച്ചുവിന് ഓർഡർ ചെയ്തത് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. യെസ്, അപ്പോൾ നമ്മൾ ഓരോ ഫുഡ് ഐറ്റംസ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെറായിലെ സെക്കൻഡ് ഡേ നമ്മളൊരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഡേ ആക്കി മാറ്റിയെടുത്ത പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം നമ്മൾ സ്ഥലം വളരെ കുറവാണ് കണ്ടത്. ഫോർട്ട് കൊച്ചിലൊക്കെ നമ്മൾ അധികം സ്ഥലമൊന്നും കണ്ടില്ല കേട്ടോ. നല്ല വെയിലാണ്, ഒടുക്കത്തെ വെയിൽ എന്ന് പറയാം. അതിര് വെയിലായിരുന്നു. നമ്മൾ സ്ഥലം കാണൽ കുറവായിരുന്നു, പക്ഷേ ഫുഡ് കഴിക്കലായിരുന്നു നമ്മുടെ മെയിൻ. നമ്മൾ കുറേ ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് മാള് വീണ്ടും ഒന്ന് ചുറ്റി കണ്ട് ഫുഡൊക്കെ ദഹിച്ചു. അങ്ങനെ നമ്മളിതാ ഇനി എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇനി ഇവിടുന്ന് ഞാനും വിച്ചും കൂടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാൻ അല്ല, നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹണിമൂൺ ട്രിപ്പാണ്, അതിൻ്റെ വ്ളോഗ് വഴിയേ വരും. ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.